ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ICC സിലബസിൻ്റെ ക്ലാസ് 9ൻ്റെ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഡെസിമൽ റിപ്രസെൻറ്റേഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ റിപ്രസെൻറ്റേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് terminating and non-terminating decimals. Terminating and non-terminating decimals നെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ 1/8, അതായത് 1നെ 8 കൊണ്ട് എന്ത് ചെയ്യുവാണ്, ഡിവൈഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമുക്ക് 1നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ട് 10 എന്ന് പറയുന്ന 8 എത്ര ടൈംസ് ആണ്? 1 ടൈംസ്. ദെൻ 8 ടു ഗെറ്റ് 2, ദെൻ 0, ദാറ്റ് 20 എന്ന് പറയുന്ന എത്ര ടൈംസ്? 2, ദെൻ 60, ദെൻ 4, 40, ദെൻ 40 എന്ന് പറയുന്ന 8 എത്ര ടൈംസ് ആണ്? 5 ടൈംസ് അല്ലേ. ദെൻ നമുക്ക് കിട്ടിയ ആൻസർ 1/8 എന്ന് പറയുന്നത് 0.125 എന്ന ആൻസറാണ് നമുക്ക് കിട്ടിയത്. ഈ ആൻസർ എന്ന് പറയുന്നത് ഈ 5 എന്ന നമ്പറോട് കൂടി, അതായത് 0.125, 5 കഴിഞ്ഞിട്ടുണ്ടോ, 5ഓടെ തീരുവാണ് അല്ലേ. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫ്രാക്ഷൻ തുടങ്ങി ഒരു നമ്പറിൽ അതെന്ത് വേണം, അവസാനിക്കുകയാണ്, എൻഡ് ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു ഫ്രാക്ഷൻ്റെ ഡെസിമലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയുന്നത്. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദെൻ 1/25 നോക്കാം അല്ലേ. ദെൻ 1/25 എന്ന് പറയുന്നത് 1നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് എന്താണ്, 0.10 പറ്റോ? ഇല്ലല്ലേ. ദെൻ 0, എന്താ പറയുക, 100 എത്ര ടൈംസ് ആയിരിക്കും? ദെൻ 100 കൊടുത്തുകൊണ്ട് നമ്മൾ ആദ്യമേ അഡീഷണൽ എന്ത് ചെയ്തു, ഒരു 0 കൊടുത്തു അല്ലേ. ദെൻ 100 എന്ന് പറയുന്നത് എത്ര, 100ൽ 25 എത്ര ടൈംസ് ആയിരിക്കും? 4 ടൈംസ് ആയിരിക്കും. 4 ടൈംസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 100 തന്നെയാണ്. അപ്പോൾ 0.04. ഇവിടെ എങ്ങനെയാണ് ഈ 0 വന്നത്? നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 10 എടുത്തു അല്ലേ. 10ൽ 25 പോവോ? ഇല്ലല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒരു അഡീഷണൽ ഒരു 0 കൂടെ കൊടുത്തു. അപ്പോൾ അത് 100 ആയി. 100ൽ 25 എത്ര ടൈംസ് ആണ്? 4 ടൈംസ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ഇങ്ങനത്തെ ഡെസിമൽസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെർമിനേറ്റിംഗ് ഡെസിമൽസ്. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷനെ ഒരു നമ്പർ കൊണ്ട് ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രാക്ഷനെ നമുക്ക് ഒരു ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ നമ്പേഴ്സ് അവിടെ എന്ത് ചെയ്യണം, എൻഡിങ് ആവുകയാണ്. അങ്ങനത്തെ നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം, ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ്. അതായത് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയുന്നത്, ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറയുന്നത് ഒരു നമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ കോഷ്യന്റ് എന്ന് പറയുന്നത് എന്താവുകയാണ്, എൻഡിങ്, ഒരു എൻഡിങ് പ്ലേസ് ഉണ്ടല്ലേ. അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറഞ്ഞു. എന്നാൽ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്തായിരിക്കും, നമ്മളിപ്പോൾ 3/7, 3നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, 3യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. ദെൻ നമ്മൾ ഒരു പോയിന്റ് കൊടുത്തു, 30 എന്ന് പറയുന്നത് 7ൽ എത്ര ടൈംസ് ആണ്? ദെൻ 4, 28, ദെൻ 2, വീണ്ടും 20, ദെൻ 2 ടൈംസ് 14, ദെൻ 6, 60, ദെൻ 60 എന്ന് പറയുന്നത് 8 ടൈംസ്, ദെൻ 56, ദെൻ വീണ്ടും 4, 40 എന്ന് പറയുന്നത് എത്രയാണ്? 5 ടൈംസ്, ദെൻ 35, ദെൻ റിമൈൻഡർ 5, ദെൻ 50 എന്ന് പറയുന്ന 7ൽ എത്ര ടൈംസ് ആയിരിക്കും? ദെൻ 6, ദെൻ 7, 49, ദെൻ ബാലൻസ്, ഇങ്ങനെ പോകണം. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത് 4.42857 എക്സെട്ര. അതായത് ഈ ആൻസേഴ്സിന് എന്തില്ല, എൻഡിങ് ഇല്ല അല്ലേ. ആൻസേഴ്സ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോവുകയാണ്. അതായത് നമ്മൾ 3നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഫ്രാക്ഷനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കോഷ്യന്റ് എന്ന് പറയുന്നത് എന്തുവാ, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് എൻഡിങ് ഇല്ലാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അങ്ങനത്തെ ഡെസിമൽസിനെ നമുക്ക് എന്തെന്ന് പറയാം, നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയാം. നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 4/9 is equal to 0.4444 etc. അതായത്
4/9 എന്ന് പറയുന്നത് 0.444 എക്സെട്ര അങ്ങ് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് 4 ഈസ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. നമുക്ക് എന്തെന്ന് പറയാം? 4 ഈസ് റിപ്പീറ്റഡ് എങ്ങനെയാ? അഗെയിൻ ആൻഡ് അഗെയിൻ. അതായത് 4 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 11/30. 11/30 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.3666 എക്സെട്ര. ദെൻ ഇവിടെ റിപ്പീറ്റ് ആവുന്ന ഏത് നമ്പറാ? 6 ആണല്ലേ. 3 എന്ന് പറയുന്നത് ഓൺലി 1 നമ്പർ മാത്രമേ ഉള്ളൂ. ദെൻ 6 എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ്? ഈസ് നോട്ട് റിപ്പീറ്റഡ്. 3 റിപ്പീറ്റ് ആവുന്നുണ്ടോ? ഇല്ലല്ലേ. 3 എന്ന് പറയുന്നത് ഈസ് നോട്ട് റിപ്പീറ്റഡ്. ആൻഡ് 6 എന്ന് പറയുന്നത് എന്താ? 6 എന്ന് പറയുന്നത് ഈസ് റിപ്പീറ്റഡ് again and again. 6 എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റഡ് again and again ആയിട്ട് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 13/44. 13/44 എന്ന് പറയുന്നത് എന്താ? 0.2954545454 എക്സെട്ര. ഇവിടെ നോക്കിയേ, ഇവിടെ ഏത് നമ്പർ ആയിരിക്കും റിപ്പീറ്റ് ആയി വരുന്നത്? 54 എന്ന നമ്പർ ആണല്ലേ ഇവിടെ റിപ്പീറ്റ് ആയി വരുന്നത്. എന്നാൽ 0.29 റിപ്പീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. 0.29 അതായത് 29 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് ഈസ് നോട്ട് റിപ്പീറ്റഡ്. 29 എന്ന് പറയുന്ന നമ്പർ എന്താണ്? ഈസ് നോട്ട് റിപ്പീറ്റഡ്. ആൻഡ് ബട്ട് 54, 54, 54, 54 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പർ എന്താണ്? റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആയിട്ട് റിപ്പീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. റിക്കറിംഗ് ഡെസിമൽ, പീരിയോഡിക് ഡെസിമൽ ഓർ സർക്കുലേറ്റിംഗ് ഡെസിമൽ. അതായത് എന്താണ്? നമ്മളിവിടെ കുറച്ച് ഫ്രാക്ഷൻസിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? 4/9 എന്ന് പറയുന്നത് എന്താണ്? 0.444 എക്സെട്ര. ആൻഡ് 11/30 0.3666 എക്സെട്ര. Then 13/44 0.29545454 എക്സെട്ര. അങ്ങനെ നമ്മൾ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഫ്രാക്ഷൻസിനെ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എന്തല്ല? എൻഡിങ് അല്ല. അപ്പോൾ നോൺ എൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ദെൻ അതിന് നമുക്ക് എന്തെന്ന് പറയാം? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ നമ്മൾ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ 4/9 എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ only 1 digit is repeated. ഏതാ? 4 എന്ന ഡിജിറ്റ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം 11/30 ആണെങ്കിലോ 0.3 എന്ന് പറയുന്ന ഡിജിറ്റ് എന്താണ്? അവിടെ റിപ്പീറ്റ് അല്ല, ബട്ട് 6 ഈസ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ആൻഡ് 13/44 എടുത്താലോ 29 എന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് നോട്ട് റിപ്പീറ്റഡ്. ആൻഡ് 54 ഈസ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇങ്ങനെ വരുന്ന ഡെസിമൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിക്കറിംഗ് ഡെസിമൽ ഓർ പീരിയോഡിക് ഡെസിമൽ ഓർ സർക്കുലേറ്റിംഗ് ഡെസിമൽ എന്ന് പറയുന്നത്. അതായത് പിന്നെ അടുത്ത് എന്തുവാ? ദ റിപ്പീറ്റിംഗ് ഡിജിറ്റ് ഓർ ദ സെറ്റ് ഓഫ് റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ്. അതായത് ഇവിടുത്തെ റിപ്പീറ്റിംഗ് ഡിജിറ്റ് ഏതാ? ഇവിടുത്തെ റിപ്പീറ്റിംഗ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? ഇവിടുത്തെ റിപ്പീറ്റിംഗ് ഡിജിറ്റ് ഏതാ? 6. ഇവിടുത്തെ റിപ്പീറ്റിംഗ് ഡിജിറ്റ് എന്ന് പറയുന്നത് 54. ദെൻ ഇവിടുത്തെ ഒന്നുകിൽ റിപ്പീറ്റിംഗ് ഡിജിറ്റോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ്, അതായത് 54 അങ്ങനെ സെറ്റ് ആയിട്ട് വരുന്ന റിപ്പീറ്റിംഗ് ഡിജിറ്റ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? പീരീഡ് ഓഫ് ദ റിക്കറിംഗ് ഡെസിമൽ എന്ന് പറയാം. എന്തെന്ന് പറയാം? പീരീഡ് ഓഫ് ദ റിക്കറിംഗ് ഡെസിമൽ എന്ന് പറയാം. ദെൻ പീരീഡ് ഓഫ് ദ റിക്കറിംഗ് ഡെസിമൽസിനെ നമുക്ക് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം? 4/9 0.444 എക്സെട്ര അല്ലേ? അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാ? 0.4 എന്ന ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ആവുന്നത്. അപ്പൊ ഒന്നുകിൽ അവിടെ എന്ത് ചെയ്യാം? ആ 4ന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡോട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 0.4ന്റെ മുകളിൽ എന്ത് കൊടുക്കാം? ഒരു ബാർ കൊടുക്കാം. ഓക്കെ ആണല്ലോ. ദെൻ 11/30 ആണെങ്കിലോ 0.36 എന്നാണല്ലേ? 0.366 എക്സെട്ര. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 6. അങ്ങനെയാണെങ്കിൽ 6ന്റെ മുകളിൽ ഒന്നുകിൽ ഡോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 0.36ന്റെ മുകളിൽ എന്ത് കൊടുക്കാം? ഒരു ബാർ. ദെൻ 13/44 ആണെങ്കിലോ 0.2954. ഇവിടുത്തെ ഡിജിറ്റ് റിപ്പീറ്റിംഗ് ഡിജിറ്റ് ഏതാ? 54 ആണ് അല്ലേ? ഈ 54ന്റെ മുകളിൽ എന്ത് ചെയ്യാം? 4ന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഡോട്ട് കൊടുക്കാം ഓർ 0.2954. 54ന്റെ മുകളിൽ മാത്രം എന്ത് ചെയ്യാം? നമുക്കൊരു ബാർ റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം.
കൺവേർട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിക്യൂറിംഗ് ഡെസിമൽസ് ഇൻടു എ റാഷണൽ നമ്പർ. അതായത് ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പറയുന്ന ഓരോ റിക്യൂറിംഗ് ഡെസിമൽസ് തന്നിട്ടുണ്ട്. ആ റിക്യൂറിംഗ് ഡെസിമൽസിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്? റാഷണൽ നമ്പേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? 0.82 ബാർ. അതായത് 0.82 എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു 8ന്റെ 2ന്റെ മുകളിൽ ഒരു ബാർ റിപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ബാർ റിപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? 82 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എൻഡിങ് ഇല്ലാത്ത റിപ്പീറ്റിംഗ് ഡിജിറ്റ് എന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ 0.82 എങ്ങനെ എഴുതാം? നമുക്ക് എന്തെന്ന് കൊടുക്കാം? ലെറ്റ് x ഈക്വൽ ടു 0.82 ബാറിനെ 0.828282 എന്ന് എക്സെട്ര അപ് ടു കൊടുത്തു. ദെൻ ഇതിനെ നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. ഇനി ഈ രണ്ട് സൈഡിലും നോക്കിയാൽ ഇവിടുത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റഡ് ആവുന്നത്? 2 ഡിജിറ്റ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? 0.2 ഡിജിറ്റ്സ് ആയതുകൊണ്ട് ബോത്ത് സൈഡ്സ് ആർ മൾട്ടിപ്ലൈഡ് ബൈ 100. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയാലും റൈറ്റ് ഹാൻഡ് സൈഡ് ആയാലും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സൈഡ്സിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 × x എന്ന് പറയുന്നത് എന്താ? 100x ഈക്വൽ ടു 0.828282 എക്സെട്ര പോകുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 82.82 എക്സെട്ര. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അതായത് 100 മൈനസ് എക്സ് ദാറ്റ് ഈസ് എന്താവും? 100 മൈനസ് എക്സ് ഈക്വൽ ടു ദെൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഏതാ? 82.82 മൈനസ് 0.8282 etc. Then 99x അതായത് 100 മൈനസ് എക്സ് എന്ന് പറയുന്നത് 100 മൈനസ് 1x എന്നാണ്. ദാറ്റ് ഈസ് 99x ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? 82. ദാറ്റ് ഈസ് x എന്താ ഇവിടെ? 82/99 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? x എന്ന് പറയുന്നത്. ദെൻ നമ്മൾ x എന്ന് കൊടുത്തത് ഏതാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമ്മൾ therefore x എന്ന് പറയുന്നത് ഏതാ? 0.82 ബാർ. അതാണ് നമുക്ക് എത്രയായിട്ട് കിട്ടിയത്? 82/99 എന്ന് കിട്ടിയത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു എന്താണ് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് തന്ന 0.82 ബാർ എന്ന 0.82 ബാർ എന്ന ആ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു? റാഷണൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാ ചെയ്തത്? ലാസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ എത്രയാ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്? ഡിജിറ്റ് 1 2. ദാറ്റ് ഈസ് 1 2 ആകുമ്പോൾ എന്ത് ചെയ്യണം? ആ നമ്പറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ബോത്ത് സൈഡ്സ് ആർ മൾട്ടിപ്ലൈഡ് ബൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 കിട്ടിക്കഴിഞ്ഞു. ഇനി ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 99x ഈക്വൽ ടു 82. ദാറ്റ് ഈസ് x എന്ന് പറയുന്നത് നമുക്കറിയാം 0.82 ബാർ. ദാൻ x ഈക്വൽ ടു 82/99. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? 1.38. ആ 8ന്റെ മുകളിൽ മാത്രം നമുക്കൊരു ഡോട്ട് കൊണ്ട് റിപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏത് ഡിജിറ്റ് മാത്രമാണ് റിപ്പീറ്റ് ആയി പോകുന്നത്? 8 എന്ന ഡിജിറ്റ് മാത്രമായിരിക്കും ഇവിടെ എന്താവുന്നത്? റിപ്പീറ്റ് ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് നേരത്തെ പോലെ ലൈക്ക് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 1.38 എന്ന് എടുക്കാം. 38 മാത്രം ഇവിടെ എന്തുവാണ്? റിപ്പീറ്റ് ആയി പോവുകയാണെങ്കിൽ അല്ലേ? അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് ഒരു പോയിന്റ് എന്തല്ല? റിപ്പീറ്റ് അല്ല. അതായത് 3 എന്ന നമ്പർ ഡിജിറ്റ് എന്ന് പറയുന്ന റിപ്പീറ്റ് ആണോ? അല്ല. ഇവിടെ റിപ്പീറ്റ് ആയി പോകുന്നത് ആര് മാത്രമാണ്? 8 എന്ന ഡിജിറ്റ് മാത്രമാണ് റിപ്പീറ്റ് ആയി പോകുന്നത് അല്ലേ? ഇവിടെ റിപ്പീറ്റ് ആയി പോകുന്നത് 8 എന്ന ഡിജിറ്റ് മാത്രമാണ് റിപ്പീറ്റ് ആയി പോകുന്നത്. ദാറ്റ് ഈസ് നമുക്കിനി എന്ത് ചെയ്യാം? ബോത്ത് സൈഡ്സ് ആർ മൾട്ടിപ്ലൈഡ് ബൈ 10. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ മാത്രമേ എന്താവുന്നുള്ളൂ? ഇപ്പോൾ റിപ്പീറ്റ് ആവുന്നുള്ളൂ. സോ ബോത്ത് സൈഡ്സിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് ഈസ് 10 × x 10x ഈക്വൽ ടു 1.38നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? 13.8. ദെൻ ഇവിടുത്തെ 8 മാത്രമാണ് എന്താവുന്നത്? റിപ്പീറ്റ് ആയി പോകുന്നത്. ദാറ്റ് ഈസ് 13.8888 എക്സെട്ര. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി നോക്കിയേ, ഫസ്റ്റ് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ സെക്കൻഡിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ബോത്ത് സൈഡ്സ് ആർ മൾട്ടിപ്ലൈഡ് ബൈ 100. ബോത്ത് സൈഡ്സ് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ബോത്ത് സൈഡ്സ് നമ്മൾ 100 കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 100x ഈക്വൽ ടു
1.38നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 138.8888 etc. That is equation number 2. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. is 100 minus 10 എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 90x equal to 138.88 minus 13.88 എന്ന് പറയുന്നത് എന്തായിരിക്കും? 138.88 minus 13.88 something വരുന്നത് എന്തായിരിക്കും? 125. That is x equal to 125 by 90. ഈ 125 by 90 എന്ന് പറയുന്നത് 5ൽ ഡിവിസിബിൾ ആവും അല്ലേ? 125 by 90 എന്ന് പറയുന്നത് എന്തിൽ ഡിവിസിബിൾ ആവും? 5ൽ ഡിവിസിബിൾ ആകുമ്പോൾ 90 എന്ന് പറയുന്നത് എത്ര ടൈംസ് ആയിരിക്കും? 1, then 18, then 2, 25 by 18 എന്ന റാഷണൽ നമ്പർ ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത് 25 by 18. അതായത് x എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 125 by 90, that is 25 by 18. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.